ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം 7 മണിയോടുകൂടി ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഇദ്ദേഹത്തിന് നെഞ്ചുവേദന, കടുത്ത നെഞ്ചുവേദനയെ തുടർന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂടെ എത്തിയ ആൾ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് കടുത്ത നെഞ്ചുവേദനയാണ്. പലതവണ ഇദ്ദേഹത്തിന് നെഞ്ചുവേദന എടുത്തു എന്നുള്ള കാര്യമടക്കം പലതവണ ഈ കൂടെ എത്തിയ ആള് പറയുന്നുണ്ട്. പക്ഷേ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇയാളെ അകത്തേക്ക് കയറ്റിവിടാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഇദ്ദേഹം പറയുന്നത് OP ടിക്കറ്റ് എടുത്താൽ മാത്രമേ അകത്തേക്ക് കയറ്റിവിടാൻ കഴിയൂ എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം വലിയ നെഞ്ചുവേദന ഇദ്ദേഹത്തിന് അനുഭവിക്കുകയും തുടർന്ന് ഒരു ഡോക്ടർ വന്നിട്ട് അവിടുത്തെ ഒരു നേഴ്സ് വന്നിട്ട് പറയുന്നു നിങ്ങളൊരു ECG പോയി എടുക്കാൻ പറഞ്ഞു. ECG പോയി എടുക്കാൻ പറയുമ്പോൾ പോലും ഒരു ജനറൽ ആശുപത്രിയിലെ സെക്യൂരിറ്റി പറഞ്ഞത് ആദ്യം പോയി ബില്ലടച്ച് വരൂ, ECGയുടെ ബില്ലടച്ച് വന്നാൽ മാത്രമേ നമുക്കൊരു ECG എടുക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ ഈ വയ്യാതിരിക്കുന്ന ആൾ തന്നെയാണ് പറഞ്ഞത് തൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയി ECGക്കുള്ള ബില്ലടയ്ക്കും, അതിനുശേഷം തനിക്കിനി അത്തരത്തിൽ ECG എടുക്കാത്തത് കൊണ്ട് തൻ്റെ ചികിത്സ മുടങ്ങേണ്ട എന്ന തരത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കേണ്ട ഒരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകുന്നു. അതിനുശേഷമാണ് ECG എടുക്കുന്നത്. ECGയിൽ ഇദ്ദേഹത്തിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകുന്നു. കാരണം പലതവണ ഇദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു എന്ന് ആദ്യം തന്നെ ഡോക്ടറോട് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇയാളുടെ ഈ ECG റിപ്പോർട്ടിൽ വേരിയേഷൻ കാണിക്കുന്നു. അതിനെ തുടർന്ന് ഈ ECG റിപ്പോർട്ടുമായി അകത്തേക്ക് കയറാൻ പോലും ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ സമ്മതിക്കുന്നില്ല. ഡോക്ടർമാർ പോലും വന്ന് നോക്കുന്നില്ല. അതിനുശേഷം ഇവരോട് പറഞ്ഞത് പുറത്ത് വെയിറ്റ് ചെയ്യണം, ഇവിടെ ഓൾറെഡി രോഗികൾ എത്തി ക്യൂ നിൽക്കുവാണ്, ഈ ക്യൂ നിന്നതിന് ശേഷം മാത്രമേ താങ്കളെ അകത്തേക്ക് കയറ്റാൻ കഴിയൂ എന്ന കാര്യമാണ് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം വീണ്ടും ഈ ECG എടുത്തതിന് ശേഷവും പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് വീണ്ടും നെഞ്ചുവേദന വരികയും ഇദ്ദേഹം കുഴഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ആ സമയത്താണ് അകത്തുനിന്നൊരു ഡോക്ടർ എത്തിയിട്ട്, ഒരു ഡ്യൂട്ടി ഡോക്ടർ എത്തിയിട്ട് ഇദ്ദേഹത്തിന് CPR നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി. ഇത്തരത്തിൽ ആശുപത്രിയിൽ കൃത്യമായി എത്തിക്കുകയും രോഗിയുടെ അസുഖം സഹിതം ഇദ്ദേഹം BP അടക്കമുള്ള കാര്യങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയാണ്. ഇതെല്ലാം ഈ കൂടെ എത്തിയ ആളും ഈ രോഗിയും പറയുന്നുണ്ട് ഈ ഡോക്ടർമാരോട്. എന്നിട്ട് പോലും ഒരു നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇദ്ദേഹത്തെ അകത്തേക്ക് കയറ്റുകയും ഈ കാഷ്വാലിറ്റിക്കകത്ത് ഒരു ബെഡിൽ കിടത്തുക പോലും ചെയ്തത്. അതുവരെയും ഇദ്ദേഹം പുറത്തെ കസാരയിൽ ഇരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഈ കസാരയിൽ ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം കുഴഞ്ഞ് താഴെ വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനുശേഷമാണ് ഇവിടേക്ക് ബന്ധുക്കൾ അടക്കമുള്ളവരെത്തി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത്. ഈ മൃതദേഹം അല്ലെങ്കിൽ ഇദ്ദേഹം മരണപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം തങ്ങൾ ഏറ്റെടുക്കില്ല. കാരണം ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണ്. ഒരു രോഗി നെഞ്ചുവേദനയെ തുടർന്ന് എത്തുന്നു, പലതവണ നെഞ്ചുവേദന ഉണ്ടായ കാര്യം കൂടെ വന്നയാൾ പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ആശുപത്രി കൃത്യമായ രീതിയിൽ ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയില്ല? ഒരു അത്യാഹിത വിഭാഗത്തിലേക്ക് കടുത്ത നെഞ്ചുവേദനയോട് കൂടി എത്തുന്ന ഒരാളെ റെഡ് ഏരിയയിലേക്കാണ് ആദ്യം മാറ്റുക. അത്തരത്തിലുള്ളൊരു നടപടിയും ഉണ്ടായില്ല. OP ടിക്കറ്റ് എടുക്കുന്ന കാര്യം, അങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങളുടെ പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ നിഷേധിക്കുന്നത്. ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കുടുംബം ആശുപത്രിയിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി DYFI പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തുകയുണ്ടായി. ഈ മൃതദേഹം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ അധികൃതർക്ക് ഈ ആശുപത്രിയിൽ ഈ വീഴ്ചയുണ്ടാക്കിയ എല്ലാ ജീവനക്കാരും, ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ, അതുപോലെ തന്നെ നേഴ്സ്, ഡോക്ടർ അടക്കമുള്ള എല്ലാവർക്കും എതിരെ നടപടിയെടുത്താൽ മാത്രമേ തങ്ങൾ ഈ മൃതദേഹം സ്വീകരിക്കുന്നുള്ള കാര്യം കുടുംബം പറയുന്നു. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. DYFIയുടെയും കുടുംബത്തിൻ്റെയും ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. തുടർന്നാണ് സൂപ്രണ്ടുമായി ഒരു ചർച്ച നടക്കുകയും ആ സൂപ്രണ്ട് ഈ ആരോപണ വിധേയനായ സെക്യൂരിറ്റിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇപ്പം അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. നാളെ റിപ്പോർട്ട് നൽകാനും, അതായത് ആരോഗ്യവകുപ്പ് ഇത് വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ടും തട്ടിയിട്ടുണ്ട്. കുടുംബം നിലവിൽ എന്തായാലും ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. ഇവർ അറിയിക്കുന്നതനുസരിച്ച് മൃതദേഹം നാളെ ഇൻക്വസ്റ്റും അതുപോലെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ആയിരിക്കും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. എന്തായാലും ഇവിടുത്തെ നിലവിലത്തെ പ്രശ്നം പോലീസ് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവിടെ എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഈ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഇയാളെ ഇവിടെ എത്തിക്കുന്ന സമയത്ത് ഇവിടെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ഈ സമയത്ത് ഈ ഒരു ജനറൽ ആശുപത്രിയാണ്, ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു ആശുപത്രിയിലാണ്. ഇവിടെ 2 ഡോക്ടർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഡ്യൂട്ടി സമയത്ത് കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടറും അല്ലാതെ ഒരു ഡോക്ടറും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ 3-ലധികം ഡോക്ടർമാർ ഈ കാഷ്വാലിറ്റിയിൽ, ഈ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ ഡോക്ടർമാരുടെ ഒരു ക്ഷാമമുണ്ട്. മാത്രമല്ല ഈ
ക്യൂ നിന്നതിന് ശേഷം പല രോഗികളും അത്യാഹിത വിഭാഗത്തിലേക്ക് വലിയ അസുഖങ്ങൾ, അപകടമടക്കം വലിയ രീതിയിൽ പഴുക്കേറ്റ് ഇവിടെ എത്തിക്കുന്നവരെ ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ ചികിത്സ നൽകുന്നതെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാഷ്വാലിറ്റിയിൽ എത്തുന്നവർ ക്യൂ നിന്ന് ചികിത്സ തേടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലുമുള്ള. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇവിടെയും ഇന്നുണ്ടായത്. നെഞ്ചുവേദനയുമായി വന്ന ആ രാജേഷിന് ക്യൂ നിന്നതിന് ശേഷം മാത്രം അകത്തേക്ക് കയറേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ ഈ ആശുപത്രി സൂപ്രണ്ടിനോട് അടക്കം നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നിലവിൽ 2 ഡോക്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ 2 ഡോക്ടർമാരുണ്ടായിട്ടും ഇത്തരത്തിൽ നെഞ്ചുവേദനയായിട്ട് പലതവണ നെഞ്ചുവേദന എടുത്തു എന്ന് പറയുന്നൊരു രോഗി, മുൻകാലങ്ങളിൽ BP അടക്കമുള്ള രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒരു രോഗിയെ ചികിത്സിക്കാൻ ഈ ആശുപത്രിയിലെ ഒരു ഡോക്ടറും തയ്യാറായില്ല. 2 ഡോക്ടർമാരുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഡോക്ടർമാർ തയ്യാറായില്ല. മറ്റ് രോഗികളെ, ഈ പനിക്കും മറ്റ് പകർച്ചവ്യാധികൾക്കുമൊക്കെ ചികിത്സ തേടിയെത്തിയ രോഗികളെ ഈ ക്യൂ നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് എത്തിയാൽ മാത്രമേ അവരെ പരിശോധിച്ച് കഴിഞ്ഞാൽ മാത്രമേ രാജേഷിനെ പരിശോധിക്കാൻ കഴിയൂ എന്നൊരു കാര്യമാണ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചത്. പക്ഷേ കാഷ്വാലിറ്റിയിൽ എത്തുന്ന ഒരു രോഗിയോട് അത്തരത്തിലുള്ള ഒരു കാര്യമാണോ ഡോക്ടർമാർ പറയേണ്ടതെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാരണം സീരിയസ് ആയി എത്തുന്ന ഒരാളെയാണ് നമ്മൾ അത്യാഹിത വിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരാളെ എന്ത് കാരണം പറഞ്ഞാണ് ഈ ആശുപത്രി അധികൃതർ മാറ്റി നിർത്തിയത്, അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ച് വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല ഈ ജീവനക്കാർ മതിയായ ഡോക്ടർമാരില്ല എന്നുള്ള ആരോപണം വലിയ രീതിയിലുണ്ട്. ഈ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ ക്ഷാമം നേരത്തെ തന്നെ ഇവിടെയുണ്ട്. ഇവിടെ 7ഓളം ഡോക്ടർമാരുടെ കുറവുണ്ടെന്നാണ് ഇവിടുത്തെ ജീവനക്കാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഇവിടെ ഡോക്ടർമാരുടെ വലിയ രീതിയിലുള്ള കുറവുണ്ട്. സമാനമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുപോലെ വലിയ വലിയ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇവിടെ മതിയായ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് ചികിത്സ നിഷേധിക്കുന്നതടക്കമുള്ള പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ DYFI ഉൾപ്പെടെയുള്ളവർ ഈ സൂപ്രണ്ടിനെ കണ്ട് സംസാരിക്കുകയും ഇവിടെ എത്രയും പെട്ടെന്ന് ഈ ഡോക്ടർമാരുടെ സേവനം പുനഃസ്ഥാപിക്കണമെന്നടക്കം പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഫലമായി തന്നെയാണ് ഇന്ന് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് നെഞ്ചുവേദനയുമായി ആശുപത്രിയിലെത്തിയ ഒരു സാധാരണക്കാരന് ജീവൻ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയത്. സിന്ദൂരി, അഞ്ജു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അല്പം മുമ്പ് നമ്മളോട് പ്രതികരിച്ച യുവാവ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുത്തഴിഞ്ഞ സംവിധാനം അവിടെ നിലനിൽക്കുന്നു. ഈ കഴിഞ്ഞ വർഷങ്ങൾ ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർക്കും എന്തും എങ്ങനെയും ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായി ആ ജനറൽ ആശുപത്രിയിലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് സൂപ്രണ്ടിന് പോലും ബോധ്യമുള്ളതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണെന്നാണ്. അപ്പോൾ ഇത് ഒരു സ്ഥിരം സംഭവമാകുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെ ആദ്യം ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായ നടപടി എടുക്കാത്തത് കൊണ്ട് നിലനിന്ന് വരുന്ന ഒരു സിസ്റ്റമായി മാറുകയല്ലേ ഈ ഒരു പ്രശ്നം? അതുകൊണ്ടായിരിക്കുമല്ലോ ഈ ജനങ്ങൾ ഇത്രയധികം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് വരുന്നത്. തീർച്ചയായും സിന്ദൂരി, അങ്ങനെ തന്നെയാണ്. ഈ രാജേഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ നാട്ടുകാരുടെയും കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ DYFI അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ നെയ്യാറ്റിങ്കർ സർക്കാർ ആശുപത്രി, ജനറൽ ആശുപത്രി അടക്കം സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ഇല്ല എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ആരോപണം ഈ നെയ്യാറ്റിങ്കര ആശുപത്രിയെ പറ്റിയും ഉണ്ടായിരുന്നു. ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് മതിയായ രീതിയിൽ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല, വലിയ ക്യൂ നിൽക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ 1 മണി വരെയാണ് OP സമയം നൽകിയിരിക്കുന്നത്. ഈ പകർച്ചവ്യാധികളടക്കം വ്യാപിക്കുന്ന സമയത്ത് 1 മണി വരെ ഒരു ആശുപത്രിയിൽ OP സൗകര്യം നിശ്ചയിച്ചിരിക്കുന്നു. അതൊക്കെ മാറ്റി വൈകുന്നേരം 6 മണി വരെ OP സമയം പുനർനിശ്ചയിക്കണം. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനം നൈറ്റ് ഡ്യൂട്ടിയിലടക്കം 3 ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കണമെന്നുള്ള കാര്യമൊക്കെ മുൻകൂട്ടി ഇവിടുത്തെ സൂപ്രണ്ടിനെ അറിയിച്ചതാണ്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ട് DYFI അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം സൂപ്രണ്ടിനെ കാണുകയും അവരുടെ ആവശ്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് DYFI പ്രവർത്തകർ ഇവിടെ എത്തി വലിയ രീതിയിൽ പ്രതിഷേധിച്ചത്. കാരണം അവർ അഡ്രസ്സ് ചെയ്തൊരു പ്രശ്നമാണ്. ഇവിടുത്തെ പ്രശ്നം അവർ പറഞ്ഞതാണ്, ആരോഗ്യ മേഖലയിലെ ഇപ്പോഴത്തെ സാഹചര്യം വലിയ ഗുരുതരകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം ഡോക്ടർമാരില്ല എന്ന് പറയുന്നത് വലിയൊരു അനാസ്ഥ തന്നെയാണ്. ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് ഒരു സാധാരണക്കാരൻ എത്തുന്നത് ഒരു ചികിത്സ പ്രതീക്ഷിച്ചാണ്, നല്ലൊരു ചികിത്സ പ്രതീക്ഷിച്ചാണ്. പക്ഷെ അങ്ങനെ എത്തുന്ന ഒരാൾക്ക് ഈ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ചികിത്സ നഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ അടക്കം ഭാഗത്തു നിന്ന് ഒരു തെറ്റായ രീതിയിലുള്ള സമീപനം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഉണ്ടായിരിക്കുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറി ഒരു 2 മാസം തികയുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ കുത്തഴിഞ്ഞ രീതിയിലേക്ക് ആരോഗ്യ മേഖല മാറിയിരിക്കുന്നത്. വലിയ ആരോപണങ്ങളായിരുന്നു കഴിഞ്ഞ സർക്കാരിനെതിരെ UDF ഉയർത്തിയത്. പക്ഷേ ഇപ്പോൾ 2 മാസം തികയുന്നതിന് മുമ്പാണ് UDF സർക്കാർ ഭരിക്കുന്ന
ആരോഗ്യ മേഖല വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. രോഗികൾക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല, അതിനെ തുടർന്ന് രോഗികൾ മരിക്കുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവുകളടക്കം നമ്മൾ പലകുറി റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ക്യൂ നിന്ന രോഗികൾക്ക്, ഈ കാഷ്വാലിറ്റി പോലും രോഗികൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥ വരുന്നു. രോഗികൾക്ക് മരുന്ന് കിട്ടുന്നില്ല കൃത്യമായി. നിപ്പ അടക്കമുള്ള കാര്യത്തിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്തതാണ്. മരുന്നിൻ്റെ ക്ഷാമം, അത്തരത്തിൽ ഡോക്ടർമാരുടെ ക്ഷാമമെല്ലാം അത്തരത്തിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ ഒരു എക്സ്ട്രീം അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് ചികിത്സ തേടിയെത്തിയ ഒരു സാധാരണക്കാരന് ജീവൻ നഷ്ടമായ ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ഈ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. സിന്ധൂരി.